ഹായ് ഓൾ, എൻ്റെ പേര് മാത്തു സോണി. എൻ്റെ വീട് പാലായിലാണ്. ഞാൻ 2024 ബ്രില്യൻ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ബാച്ച് R3 ബാച്ചിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. എൻ്റെ നീറ്റ് സ്കോർ 691 ആണ്. ഞാനിപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് നിൽക്കുവാണ്. ഞാൻ എൻ്റെ ജേർണി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനാണ് വന്നേക്കുന്നത്. ഫിസിക്സിലൊക്കെ ഞാൻ ഭയങ്കര വീക്കായിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ മെയിനായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് കൂടുതൽ ടൈം ഫിസിക്സിന് വേണമായിരുന്നു, കാരണം ഞാൻ വീക്കായിരുന്നു. അപ്പോൾ ഞാൻ മെയിൻലി ചെയ്തുകൊണ്ടിരുന്നത് കൂടുതൽ സമയം ഫിസിക്സിന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കുറേ ആയി കഴിയുമ്പോൾ നമുക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റ് ആകുമ്പോൾ നമ്മൾ മടുക്കും. അപ്പോൾ ഞാൻ ചെയ്ത ഒന്നല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി. എനിക്ക് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു കെമിസ്ട്രി. അതുകൊണ്ട് തന്നെ ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് സീരിയസ്നെസ് കൊടുക്കാറില്ലായിരുന്നു. എക്സാം ഒക്കെ വരുമ്പം ഒരു 2 ദിവസം മുമ്പ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും. എനിക്ക് സ്ട്രോങ് ആയിരുന്നു കെമിസ്ട്രി, അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ലായിരുന്നു. ബയോളജി ആണെങ്കിൽ ഫുൾ NCERT ലൈൻ ബൈ ലൈൻ, വേർഡ് ബൈ വേർഡ് എല്ലാം അറിഞ്ഞിരിക്കുക. എവിടെ നിന്ന് വേണേൽ ചോദിക്കാം. സമ്മറി ആണേലും ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണേലും എല്ലാം അതേപടി തന്നെ പഠിച്ചു വെക്കുക. ഫിസിക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആണെങ്കിലും NCERT ഒരു തവണയെങ്കിലും വായിച്ചിരിക്കുക. ഫിസിക്സിന്റെ NCERT എന്നൊക്കെ ഒരുപാട് മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് മുമ്പ് നീറ്റിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നന്നായിട്ട് വായിച്ചിരിക്കുക. ഞാൻ മെയിൻലി പ്രോബ്ലംസ് ആയിരുന്നു. അപ്പം അതിലും തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു മെയിൻലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ ബ്രില്യൻറ്റിലെ ലൈബ്രറിയിൽ പ്രീവിയസ് ഇയറിന്റെ ബുക്സ് എടുത്തിട്ട് അവിടെ നിന്നായിരുന്നു ഞാൻ കൂടുതൽ പ്രീവിയസ് ഇയർ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും നീറ്റിന് വരാൻ പോകുന്നത് എങ്ങനെയാണെന്നും. അപ്പം അത് ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും എല്ലാം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ കിട്ടും. എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ടൈം കണ്ടെത്തുക. ടൈം അധികം പ്രത്യേകിച്ച് ഇപ്പം ഓണമൊക്കെ കഴിഞ്ഞ് ഹാഫായി നമ്മൾ, ഇനി അധികം സമയമില്ല. അപ്പം ടൈം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. മെയിൻലി ഇങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ബ്രേക്ക് ഒക്കെ എടുക്കുക. ബ്രേക്സ് ഒക്കെ ടൈം ടേബിളിൽ പറയുന്ന പോലെ തന്നെ ബ്രേക്ക് ഒക്കെ എടുക്കുക. അല്ലാണ്ട് ഓവറായിട്ട് ബ്രേക്കുകളിലേക്കോ അല്ലെങ്കിൽ സംസാരത്തിലേക്കോ ഒന്നും അങ്ങനെ വേറെ ഇതിലേക്ക് മാറിപ്പോകാണ്ട് നോക്കുക. അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.